23-24 ദിവസത്തിന് ശേഷം തൃപ്പൂണിത്തുറയിൽ തിരിച്ചെത്തി. ഞാൻ പാലക്കാടേക്ക് പുറപ്പെടുമ്പം എന്നോടൊപ്പം നിന്ന് എന്നെ അനുകരിച്ച് യാത്രയാക്കിയ ബാബുച്ചേട്ടൻ കൃത്യം ഇവിടെ പോളിംഗ് ബൂത്തിൽ വന്നപ്പോൾ ബാബുച്ചേട്ടന്റെ കൂട്ടത്തിൽ വോട്ട് ചെയ്തു. തിരിച്ചിതാ ഇപ്പോൾ തന്നെ പാലക്കാട് നിയോജക മണ്ഡലത്തിലേക്ക് പോവുകയാണ്. ജനാധിപത്യത്തിന്റെ ഒരു വലിയ ഉത്സവം, അല്ലെങ്കിൽ ജനാധിപത്യത്തിന്റെ ഏറ്റവും പ്രാധാന്യമുള്ള ദിവസങ്ങളിൽ ഒന്നാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. എല്ലാവരും അതേ ഉത്തരവാദിത്തത്തോടെ കണ്ട് പോളിംഗ് ബൂത്തുകളിൽ എത്തുക, വോട്ടുകൾ ചെയ്യുക എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ബൂത്തിലും രാവിലെ തൊട്ട് നല്ല തിരക്കാണ്. അതെ, കാറ്റ് നല്ല കാറ്റ്, UDF അനുകൂല കാറ്റാണ് വീശിക്കൊണ്ടിരിക്കുന്നത്. വളരെ സന്തോഷമുള്ള കാര്യമാണ്. എല്ലായിടത്തും ഞാനിപ്പം കഴിഞ്ഞ കുറച്ച് ദിവസം പാലക്കാട് തന്നെ ആയിരുന്നല്ലോ കൂടുതലും ഉണ്ടായിരുന്നത്. രാവിലെ ഒരു 4 മണി മുതൽ ഇവിടുന്ന് ബാബുച്ചേട്ടന്റെ ഷാളും അനുഗ്രഹവും മേടിച്ച് പോയി അവിടെ ചെന്ന് കയറി അന്ന് മുതൽ ഇന്ന് വരെ രാവിലെ ഒരു 4 മണി മുതൽ മാർക്കറ്റിൽ പോകുന്ന മുതൽ രാത്രി 1 മണി വരെ എന്നാൽ കഴിയുന്ന രീതിയിലെല്ലാം ഞാൻ ജനങ്ങളെ കാണുകയും അഡ്രസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ പറഞ്ഞ വാക്ക്, ഒരു ഫെയർ പൊളിറ്റിക്സ് എന്നൊരു വാക്ക് ഞാൻ ഉപയോഗിച്ചു. ഞാൻ ഇത്രയും ദിവസം എന്റെ മറുപക്ഷത്തുള്ള ഒരു സ്ഥാനാർത്ഥികളുടെയും പേര് പറയുകയോ വ്യക്തിപരമായി ആരെങ്കിലും പരാമർശങ്ങൾ കൊണ്ടോ നോക്കുകൊണ്ടോ വാക്കുകൊണ്ടോ അറ്റാക്ക് ചെയ്യുകയോ ഒന്നും ചെയ്യാതെ ജനങ്ങളുമായിട്ടാണ് നമ്മൾ സംവേദിക്കേണ്ടത് എന്ന ഉത്തമ ബോധ്യത്തോടുകൂടി പരമാവധി ജനങ്ങളെ കണ്ടു. പാലക്കാട് നിയോജക മണ്ഡലത്തിലെ എന്നെ കൊണ്ട് കഴിയാവുന്നത്രയും ആളുകളെ അഡ്രസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഒരു ഗുണം വരും. ഞാൻ ചെന്ന ദിവസം മുതൽ ആദ്യം ദുർബലനായ സ്ഥാനാർത്ഥി എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പിന്നെ രാഷ്ട്രീയമില്ല എന്ന് പറഞ്ഞു. ശരിക്കും ഈ വോട്ട് ചെയ്യാൻ ഈ ക്യൂവിൽ നിൽക്കുന്ന എല്ലാ ജനങ്ങളും രാഷ്ട്രീയക്കാരാണ്. ജനാധിപത്യത്തിൽ രാഷ്ട്രീയക്കാരൻ എന്ന് പറയുന്നൊരു സ്ഥലമൊന്നുമില്ല. വോട്ട് ചെയ്യാൻ അവകാശമുള്ള ഈ രാഷ്ട്രീയക്കാരെ തെരഞ്ഞെടുക്കുന്ന ജനങ്ങളാണ് ഏറ്റവും വലിയ രാഷ്ട്രീയക്കാർ. അപ്പം ഞാൻ രാഷ്ട്രീയക്കാരനല്ല എന്ന് ഇവർ പറഞ്ഞു വരുത്തി. അതേ തുടർന്ന് ഞാൻ പറയുന്നതും പറയാത്തതുമായ സ്റ്റേറ്റ്മെന്റുകളെല്ലാം ഓരോ ചാനലിലെ എംബ്ലവും വെച്ച് കാർഡുകൾ ഉണ്ടാക്കി അവിടെ മുഴുവൻ പറഞ്ഞു വരുത്തി. അപ്പം ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ പ്രവർത്തകരിൽ നിന്ന് പലരും ഇത്തരത്തിൽ പണം കൊടുക്കുന്നുണ്ട്, സാരി കൊടുക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ എന്നെ അറിയിച്ചിരുന്നു. നമുക്ക് അതിലൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഒന്നിനും തെളിവുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇത് അറിയിച്ചു. അതുകൊണ്ട് ഞാൻ നിയമപരമായിട്ട് അവിടുത്തെ ഇലക്ഷൻ കൺവീനർ എന്ന് പറയുന്ന പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ മിനിഞ്ഞാന്ന് തന്നെ ബന്ധപ്പെട്ട ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ട് പരാതി കൊടുത്തിരുന്നു. അപ്പൊ ഇന്നലെയാണ് അത്തരത്തിലൊരു ദൃശ്യം പ്രചരിക്കപ്പെട്ടതും കാര്യങ്ങൾ കാണുകയും എല്ലാം ഉണ്ടായിട്ടുള്ളത്. അപ്പോഴും ഏറ്റവും ജനാധിപത്യ വിരുദ്ധമായ കാര്യങ്ങളാണ് അതിലുണ്ടായിട്ടുള്ളത്. അതിനുശേഷം ഇന്നലെ രാത്രി, ഇപ്പൊ രാവിലെ പാലക്കാട് വിളിച്ച പറഞ്ഞത് വ്യാപകമായി എന്റെ പോസ്റ്ററുകളും ഫ്ലക്സ് ബോർഡുകളും എല്ലാം അവിടെ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാ സ്ഥലങ്ങളിലും പ്രവർത്തകർ, BJPയുടെ പ്രവർത്തകർ അത് മുഴുവൻ നശിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പൊ രാവിലെ പാലക്കാട് നിന്ന് അറിയാൻ കഴിഞ്ഞത്. ഞാൻ ഇന്നലെ ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ പാലക്കാടൂടെ നടക്കുന്ന ഒരു വീഡിയോ എടുത്തിട്ട് ഫ്ലിപ്പ് ചെയ്തിട്ട് എന്റെ മുണ്ട് ഇടത്തേക്ക് മുണ്ടെടുത്ത് നടക്കുന്ന മതേതരനെ കണ്ടോന്നും പറഞ്ഞ് പ്രചരിപ്പിച്ചതാണ് അവിടെ വീഡിയോ ഫ്ലിപ്പ് ചെയ്തിട്ട്. അങ്ങനെ ഇന്നലെ അതിനെന്തെങ്കിലും എന്റെ ഒരു മറുപടി വരികയും എല്ലാ ന്യൂസിന്റെയും ഹെഡ്ലൈൻ മാറുകയും, കാരണം ഇതിന് ന്യൂസിൽ ഇതൊരു ഹോട്ട് കേക്ക് ആണല്ലോ, ഇങ്ങനെ എന്തെങ്കിലും കിട്ടിയാൽ വാർത്ത മറിയുന്നെങ്കിലും മറയട്ടെ എന്നോർത്ത് പറഞ്ഞതായിരിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പ്രതികരിക്കായിരുന്നത്. പിന്നെ ഇന്നലെ എന്ന ദിവസം മറുപക്ഷത്തുള്ള സ്ഥാനാർത്ഥികളെ പറ്റി മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് നിയമവിരുദ്ധമാണെന്നാണ് എന്റെ അറിവ്. അതുകൊണ്ടാണ് ഇന്നലെ ഞാൻ അവിടെ ഒന്നും പ്രതികരിക്കാത്തത്. എന്റെ വായിൽ നിന്ന് നിയമവിരുദ്ധമായ ഒരു കാര്യം വരരുത്, ഞാനത് ചെയ്യരുത് എന്നുള്ളത് കൊണ്ടാണ് ഞാനത് പ്രതികരിക്കാതിരുന്നത്. ബാക്കി അതുമായി ബന്ധപ്പെട്ട കാര്യം പറയാം. പണം സ്വീകരിച്ച കൊടുത്ത സ്ത്രീ കാറിൽ കയറി പിന്നീട് ഇത് സ്ഥാനാർത്ഥി പറഞ്ഞത് അത് നിഴലാണ്, അത് ഒറിജിനൽ അല്ല എന്നൊക്കെയാണ്. അത്തരം കാര്യങ്ങൾ താങ്കൾ കേട്ടിരുന്നത്? ഞാൻ ഇന്നലെയൊക്കെ നല്ല ഓട്ടത്തിലായിരുന്നു. ഞാൻ കുറച്ച് രാത്രിയൊക്കെ കേട്ടു. ഇതൊന്നും ഞാനെന്നൊരാൾ വന്നിട്ട് ഇത് അങ്ങനെയല്ല, നിങ്ങൾ നോക്കൂ, അത് നിഴലില്ലെന്നും പറയേണ്ട ആവശ്യമില്ല. നമ്മള് ഈ പൊതുജനങ്ങളുടെ കോമൺ സെൻസ് എന്നുള്ള വാക്ക് തന്നെ ഒരു കോമൺ മാനുമായിട്ട് ബന്ധപ്പെട്ടുള്ള സെൻസാണ്. കോമൺ സെൻസ് എന്ന് പറയുന്നത് മനുഷ്യന്റെ സ്വാഭാവിക യുക്തിയിൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളെ ഇതിലെല്ലാം ഉള്ളൂ. വളരെ സ്വാഭാവികമായ യുക്തിയിൽ കണ്ട വിഷ്വൽസും പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒത്തുനോക്കിയാൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. ഇനി ഞാൻ അതിന് ആധികാരികമായി എന്തെങ്കിലും ഒരു ഉറപ്പ് തരികയോ സ്റ്റേറ്റ്മെന്റ് പറയേണ്ടോ ഒന്നുമായിട്ടുള്ള ആവശ്യങ്ങളില്ല. വലിയ ജനാധിപത്യ വിരുദ്ധമായ ജനങ്ങൾക്ക് വേണ്ടി ആളുകളെ തെരഞ്ഞെടുക്കുന്ന ഒരു പ്രോസസ്സിൽ ഇത്തരത്തിലുള്ള സ്വാധീനങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്യുക. ഞാൻ എവിടെ പറഞ്ഞതുപോലെ ഐക്യ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന ഈ പാർട്ടി, ഈ മുന്നണിക്ക് ഇപ്പോൾ ഇതിന്റെ ആദ്യത്തെ 2 വാക്കുകൾ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഉത്തരവാദിത്വം. അതിലൊന്ന് ഐക്യവും മറ്റൊന്ന് ജനാധിപത്യവുമാണ്. അതിനുവേണ്ടിയാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ട് നിലകൊള്ളുന്നത്. അപ്പൊ ദുർബലനാണെന്നും രാഷ്ട്രീയക്കാരനല്ലെന്നും ഒക്കെ ഉറക്കെ പരസ്യമായി എന്നെ വിളിച്ചു പറയും. അതിനുശേഷം ഈ ദുർബലനായ എന്നെ എന്തിനാണ് ഇവർ ഇത്രയും ഭയക്കുന്നതെന്നും ഇത്രയും അറ്റാക്ക് ചെയ്യുന്നതെന്നും എനിക്കറിയില്ല. കാരണം ഞാനിതിന് നിന്നിട്ടില്ല. ഞാൻ എന്റെ ഫോക്കസ് അവിടെ ഇറങ്ങിയത് മുതൽ ഇതുവരെ ഒരു തരത്തിൽപ്പെട്ട തലക്കെട്ടുകൾക്കും എന്റെ ഒരു അഭിപ്രായം വരരുതെന്നുള്ള
പൂർണ്ണ ബോധ്യത്തോടെയാണ് നടന്നിട്ടുള്ളത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.